ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ റെസിപ്പി അടിപൊളി വെജ് കുറുമയാണ്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ ചോറിനും നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. വരും നമുക്ക് വീഡിയോ കാണാം. വെജ് കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കോളിഫ്ലവറാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ, പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീൻസ്, തക്കാളി, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പീസ് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, ജീരകം അതും കൂടെ ഇട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അരപ്പ് തയ്യാറാക്കി എടുത്തിട്ട് വരാം. അരപ്പൊക്കെ തയ്യാറാക്കി എടുത്ത ശേഷം നമ്മളൊരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് പൊട്ടാറ്റോ, ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവറൊക്കെ നല്ലതുപോലെ ചുടുവെള്ളത്തിൽ ഫസ്റ്റ് തന്നെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്താണ് കേട്ടോ. വിനീഗറൊക്കെ ഒഴിച്ചൊന്ന് കഴുകിയെടുത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് ചുടുവെള്ളത്തിൽ കഴുകിയെടുക്കണം കോളിഫ്ലവർ. അപ്പോൾ അതിന് ജെംസൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. പൊടികൾ എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഉപ്പ്, അതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പം മല്ലിപ്പൊടി 1.5 ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി ചേർത്ത് നമ്മൾ അതുപോലെ തന്നെ മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് നമ്മൾ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ മുളക് പൊടി ചേർത്തിരിക്കുന്നത്. പിന്നെ പെപ്പർ പൗഡറും ചേർക്കുന്നതുകൊണ്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കണം. സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ചുകൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് പാകത്തിന് വെള്ളമൊക്കെ ആക്കിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഗ്രീൻ പീസും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ കഴുകി എടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങണ ഗ്രീൻ പീസ് ആകുമ്പോൾ അതിൽ കളർ ഉണ്ടാവും. അതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ വേവിച്ചെടുക്കാൻ പോവുകയാണ്. വേവിച്ചെടുത്ത ശേഷം അരിപ്പും കൂടി ചേർത്ത് വെക്കുക. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്ന് അരച്ച് വെച്ച് വേവിച്ചെടുക്കാം. പൊട്ടാറ്റോ, ഗ്രീൻ പീസ് എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, വലിയുള്ളി, തക്കാളി അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ പൊട്ടാറ്റോ ഒക്കെ വെന്ത ശേഷം മാത്രമാണ് നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും പച്ചമുളകിനും അധികം വേവില്ലല്ലോ, അതുകൊണ്ട് അത് സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. കുക്കായി വന്ന ശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾ കുറുമ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് തേങ്ങയ്ക്ക് പകരം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ നാടൻ രീതിയിലുള്ള കറി ആയതുകൊണ്ടാണ് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചെയ്തെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാൽ ചേർത്ത് പെപ്പർ പൗഡറും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് കുക്കായി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം കുക്കായി വന്ന ശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കേണ്ടത്. അരപ്പ് ചേർക്കാനായിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുവിധം കുക്കായിട്ടുണ്ട് കേട്ടോ.
വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. കോളിഫ്ലവറും അതുപോലെ തന്നെ പൊട്ടാറ്റോ, ഗ്രീൻ പീസ്, അതുപോലെ ബീൻസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് വെള്ളം കുറച്ചുകൂടെ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ തിക്ക് ഫോമിലുള്ള കുറുമയാണ് വേണതെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്താൽ, വെള്ളത്തിൻ്റെ അളവൊക്കെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ. കുറച്ച് നല്ല തിക്ക് ഫോമിലാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ചപ്പാത്തിക്കൊക്കെ. അപ്പോൾ ചോറിനാകുമ്പോൾ ഒരുപാട് തിക്കായാൽ നന്നായി ഉണ്ടാവില്ല. ചോറിനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അത് ഒരുപാട് മസാലകളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ചോറിന് നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന ശേഷം നമ്മൾ കടുക് വറുക്കുക മാത്രമേ ചെയ്യാനുള്ളൂ ഇനി പണി. അപ്പോൾ ഏകദേശം നമ്മുടെ വെജ് കുറുമ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം ഇത് കടുക് വറുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കുക്കായി നമ്മളിനിപ്പോൾ കടുക് വറുത്ത് വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം. കടുക് വറുത്ത് കോരിയിടാൻ പോവാണ്. അപ്പോൾ അടിപൊളി കറിയല്ലേ, കാണുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയതിൻ്റെ എമ്മി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. നമ്മുടെ വെജ് കുറുമ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കടുക് വറുക്കലാണ്. കടുക് വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി കുത്തി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എണ്ണയിൽ മൂപ്പിച്ചെടുത്ത ശേഷം കുറുമയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. വെജ് കുറുമയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.